ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു മന്തി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് കുറച്ച് സ്പെഷ്യലാണ്. നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. ഇതിന് മസാല പൗഡേഴ്സ് മാത്രം മതി. പക്ഷേ അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും അതിനൊരു പ്രത്യേക സ്റ്റൈലും ഉണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ മന്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡ് ബസ്മതി റൈസാണ്. 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇത് ഞാനിപ്പോൾ ഒരു ഹവർ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ മന്തി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾക്ക് വേണ്ടത്ര അരി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളത്. എന്നിട്ട് 1.25 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വലിയ പീസുകളാണ് നമ്മൾ മന്തിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ 1.25 കിലോ ചിക്കനക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാഗി ക്യൂബും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ചിക്കനിലേക്ക്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചിക്കനിലേക്ക് മാഗി ക്യൂബ് ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇടണം. കാരണം ഉപ്പ് ഏറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ചിക്കൻ്റെ ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ ഈ ഒരു മന്തിയിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഉപ്പിൻ്റെ അളവും മാഗി ക്യൂബും പാകം തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇതാ മസാല പൗഡേഴ്സൊക്കെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 ഹവറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും ചിക്കനും മന്തിയൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കഴിയുന്നതും നേരത്തെ തന്നെ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരി വേവിച്ചെടുക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് 3-4 ഏലക്ക, ഒരു കഷ്ണം പട്ട, പിന്നെ 2-3 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അരികൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2-3 സ്പൂണ് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വിറകടുപ്പുമ്മയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും ഗ്യാസ് സ്റ്റൗമ്മ മാത്രം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതേ പ്രോസസ്സ് ആദ്യമേ ചെയ്താൽ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അരി വേവിക്കുന്നത് ഒരു 85% മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു 85% വേവാകുമ്പോൾ നമ്മൾ അരി ഊറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി അരി ഏകദേശം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ചിക്കന് ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിരത്തി വെക്കണം. അതായത് ഒരു പീസിൻ്റെ മുകളിൽ മറ്റൊരു പീസ് വരാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമുക്ക് നിരത്തി വെക്കാൻ പറ്റുന്ന പോലെ നമ്മളത് അവിടെ നിരത്തി വെക്കുക. ഒരു ചിക്കൻ്റെ മുകളിൽ മറ്റൊരു ചിക്കൻ വന്നു കഴിഞ്ഞാൽ അത് അത്രയും ഫ്രൈ ആയി ഒന്ന് വെന്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് മാക്സിമം നിരത്തി വെക്കണേ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് എണ്ണയാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചാലും മതി. ഓയിൽ ഇനി ഒരല്പം കൂടി പോയാലും ഒരിക്കലും കുറഞ്ഞു പോവരുത്. അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മന്തി റെഡിയായി വരുമ്പോഴേക്കും ചിക്കന് കുറച്ചൊക്കെ അടിയിൽ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ അത് അവിടെ ഇങ്ങനെ കരിഞ്ഞു പിടിച്ചിട്ട് കുറച്ച് പീസൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എടുത്തിട്ടുള്ള ഓയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 1 കപ്പ് ഓയിൽ എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ചോറ് നമുക്ക് വേണ്ട വേവ് ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 85% വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ കോരി എടുത്തിട്ട് ഊറ്റിയിട്ട് നേരെ ചിക്കൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചോറ് ഊറ്റിയിട്ട് പിന്നെ വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഒന്നുകൂടി സൗകര്യമാവുന്നത് ഇങ്ങനെ ആയിരിക്കും. ഊറ്റിയിട്ട് ഡയറക്റ്റായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി സൗകര്യമാവുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക.
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ആ ഒരു ചിക്കന് താഴെയുണ്ട്, അത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്, അത് അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ചോറും ഉണ്ട്. ഇത് കുക്കറിൽ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യൂല. ഒരു തുള്ളി വെള്ളം പോലും ഇനി ഇതിലേക്ക് ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഈ മന്തിയിലേക്ക് അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എരിയൊന്നും ഇറങ്ങൂല. ഇനിയിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് കനലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ചാർക്കോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി ഇതുപോലെ നമ്മൾ ആ ഒരു ചോറിൻ്റെ മുകളിലേക്ക് ആ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പൊക്കെ നമ്മുടെ കൈയിൻ്റെ അടുത്ത് തന്നെ വെക്കണം. കാരണം നമ്മളത് ഒഴിച്ച ഉടനെ പിന്നെ പുകയൊന്നും പോകാതെ നമുക്ക് പെട്ടെന്ന് ഇത് അടച്ച് വെക്കണം. ആ ഒരു പുകഞ്ഞ സ്മെല്ലും ഒക്കെ മന്തിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ കുക്കർ വെക്കുക. നമ്മൾ അടിയിൽ പിടിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഒരൊറ്റ വിസിൽ കേട്ടാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ആവി മുഴുവൻ പോയിട്ട് മാത്രമേ ഇതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ മന്തിയുടെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ഈ ഒരു സ്റ്റേജിൽ തന്നെ. പിന്നെ ഈ ഒരു പാത്രം എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കൈ വെച്ചിട്ട് ചെയ്യരുത്, നല്ല ചൂടുണ്ടാവും. നമ്മൾ പക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളതൊന്ന് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മന്തി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വേറൊരു ബിരിയാണി പോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു റൈസ് മൊത്തം ഈ ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം റൈസും പിന്നെ അതിൻ്റെ ശേഷം താഴെയല്ലേ നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളത്, ചിക്കനും അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര സൗകര്യം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് ഇത് മാറ്റുന്നത്. നമ്മൾ ചിക്കന് വേറെ വേവിക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വിസിൽ തന്നെയല്ലേ നമ്മൾ വേവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ വേവുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് വെന്തിട്ട് അത് വിട്ട് വരാൻ മാത്രം തന്നെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ വേവിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ടതില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ചിക്കൻ ഇത്രയും വെന്തോണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ അതെടുത്ത് മിക്സ് ചെയ്യുന്നില്ല. ചിക്കന് മാത്രം നമ്മൾ വേറൊരു സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ഓയിലും മസാലയൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ ആ ഒരു റൈസ് മാത്രം മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ചിക്കനും എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഈ പ്രഷർ കുക്കറിൻ്റെ താഴെ കാണുന്ന റൈസും മറ്റു മസാലയും ഒക്കെ ആയിരിക്കും. ഈ റൈസ് ആരും ഒഴിവാക്കുകയൊന്നും ചെയ്യരുത്. ഈ റൈസിൽ കൂടുതൽ ഓയിലും അങ്ങനത്തെ കണ്ടൻസൊക്കെ കൂടുതലായിരിക്കും, മസാലയൊക്കെ. അപ്പോൾ നമ്മൾ അത് കൂടുതൽ ഓയിലുണ്ട് എന്നൊക്കെ കരുതിയിട്ട് അത് ഇതിൽ മിക്സ് ചെയ്യാതിരിക്കരുത്. ആ ഒരു റൈസ് കൂടെ എടുക്കുക. കാരണം നമ്മൾ ഇതുവരെ എടുത്ത റൈസൊക്കെ പ്ലെയിൻ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു മസാല കൂടെ വന്നിട്ട് മുഴുവനായിട്ട് മിക്സായി കിട്ടിയാലേ നമ്മുടെ റൈസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിയിലുള്ള പ്രഷർ കുക്കറിൻ്റെ അടിയിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ റൈസ് മാത്രം മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മിക്സിങ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ആവി പാറുന്ന ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ചെറിയ ചൂടിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു റൈസിൻ്റെ അരിയൊന്നും അങ്ങനെ ഉടഞ്ഞു പോവില്ല. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് കൂടി കാണിക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ റൈസ് മാത്രം ആദ്യം നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. നമുക്ക് സെർവ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റൈസ് വിളമ്പിൻ്റെ ശേഷം ചിക്കന് നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചിക്കനോട് നമ്മൾ ഈ ഒരു റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ അറബിക് സൽത്ത എന്നൊക്കെ പറയുന്ന ആ ഒരു കറിയുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അതിലേക്ക് നമുക്ക് മയണീസോ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ സെർവ് ചെയ്താൽ മതി. ഇതിൽ ടൊമാറ്റോ സൽത്തേൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അറിയാത്തവർ അതോടെ കാണുക. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനുള്ളതുള്ളൂ. നമുക്കിതിൽ പ്രത്യേകിച്ച് വേണ്ടിയത് ചിക്കൻ ക്യൂബാണ്. അതോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചിക്കൻ ഉണ്ടാകുമ്പോൾ ഒരു ദിവസം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ
അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.